രണ്ട് വിധത്തിലുള്ള നിയമങ്ങളാണ് ഈ സമൂഹത്തിലുള്ളത്. ഒന്ന് എഴുതപ്പെട്ട നിയമം, രണ്ട് എഴുതപ്പെടാത്ത നിയമം. ഈ രണ്ട് നിയമങ്ങളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ചിലതൊക്കെ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാവും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്ന നിയമങ്ങളൊക്കെ ഇതിൽപ്പെടുന്നതാണ്. എന്നാൽ എഴുതപ്പെടാത്ത ചില നിയമങ്ങളുണ്ട്. അത് ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ പുലർത്തേണ്ട നിയമങ്ങളാണ്. നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ട കരുണയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ ഒരു പാഠത്തിൻ്റെ ചില കാര്യങ്ങൾ. ഇങ്ങനെ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയായി നിൽപ്പുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ ഗോസ്പൽ. എന്തിന് നമ്മൾ നിയമം പാലിക്കണം? ഇതൊക്കെ പാലിച്ചാൽ എന്താണ് ഗുണമുണ്ടാവുക? ഇന്നത്തെ ഗോസ്പൽ യേശു പറയും, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പിതാവ് പുത്രന് കുറച്ച് നിയമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവർ തമ്മിലുള്ള കണക്ഷനിലുണ്ടാകുന്ന ചില നിയമങ്ങളാണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കുരിശുമരണം പിതാവിൻ്റെ ഹിതമായിരുന്നു. ആ ഹിതം പുത്രൻ ഭൂമിയിൽ നിറവേറ്റി. അങ്ങനെ പിതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പുത്രൻ ഈ ഭൂമിയിൽ ചെയ്തു. ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ മനോഹരമായി ചെയ്തു തീർത്തു. അതുകൊണ്ടാണല്ലോ അവസാന നിമിഷം തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പുത്രൻ പറഞ്ഞത്, നീ എനിക്ക് നൽകിയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്നൊക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ചില കാര്യങ്ങളൊക്കെ പിതാവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതായിരുന്നു അവിടെ എക്സ്പ്രഷൻ ഓഫ് ലവ്. അതായിരുന്നു അവസാനം വരെ കുടഞ്ഞു മാറാതെ വിലപിക്കാതെ ഒരു പുത്രന് തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ സാധ്യമായത്. രണ്ടാമത്തെ വേർഷനിൽ പുത്രൻ പറയുന്നത്, എൻ്റെ നിയമങ്ങൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇനി യേശു പറഞ്ഞ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ നമ്മളോരോരുത്തരും ബാധ്യസ്ഥരാകും. എന്താണ് ആ നിയമം? ആ നിയമം വളരെ കൃത്യമായിട്ട് രണ്ട് നിയമങ്ങളിലിങ്ങനെ എഴുതി ചുരുക്കി യേശു കുറച്ചു വെച്ചു. ദൈവത്തേക്ക് സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനുള്ള പാഠം. ഒരു ശരീരം യേശുവിൻ്റെ കുരിശുമരണത്തെ പോലെ ചേർത്ത് വെച്ച് കരങ്ങൾ വിരിച്ചു നിന്നാൽ, മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ അത് സ്വർഗത്തിലേക്കുള്ള സ്നേഹവും വിരിച്ച കരങ്ങൾ സഹോദരനിലേക്കുള്ള സ്നേഹമാണ്. ഇങ്ങനെ നമ്മളെ തന്നെ തേച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആർക്കെങ്കിലും വേണ്ടി നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മളോട് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ സ്നേഹത്തിൻ്റെ പുതിയ പാഠങ്ങളാണ്. അതിനൊക്കെ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, അതാണ് യേശു അവസാനം പറഞ്ഞു വയ്ക്കുന്നത്, സന്തോഷം. എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മളൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടത്? എന്തുകൊണ്ടാണ് കൽപ്പനകളൊക്കെ പാലിക്കേണ്ടത്? ഈ കൽപ്പനകളൊക്കെ പാലിക്കേണ്ടത് സന്തോഷത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവരെ പരിഗണിക്കുന്നുണ്ടെന്നും മറ്റുള്ളവരെയും കൂടി ബഹുമാനിക്കുന്നുണ്ടെന്നൊരു തോന്നലിൽ പരസ്പരം എല്ലാവരും ബഹുമാനിച്ച്, പരസ്പരം എല്ലാവരും സ്നേഹിച്ച്, ആ സ്നേഹത്തിന് പരസ്പരം സന്തോഷം നൽകാൻ സാധിക്കും. ഒരു കുടുംബത്തിനിടയിൽ എന്തുകൊണ്ട് സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, പരസ്പരം അവരവർക്ക് തന്നെ അംഗീകരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും കഴിയാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അംഗീകരിക്കാനും കഴിയാത്തിടത്ത് എങ്ങനെ സ്നേഹമുണ്ടാവും? സ്നേഹമില്ലാത്തിടത്ത് എങ്ങനെ സന്തോഷമുണ്ടാവും? വളരെ ലോജിക്കലാണ് കാര്യങ്ങളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെയൊക്കെ സമൂഹ ജീവിതത്തിലൊക്കെ സന്തോഷം നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ, പരസ്പരം ഉള്ളിൽ ഒത്തിരി നിരാശയും വേദനയും ഉണ്ടെന്ന് തോന്നിയാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, എവിടേക്കോ നിയമങ്ങൾ പാലിക്കാൻ വിട്ടുപോകുന്നുണ്ട്. ഒരു കുടുംബത്തിനകത്ത് മക്കൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ നിയമം. മാതാപിതാക്കൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ നിയമം. ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ പരസ്പരം കാണിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ നിയമം. ഇങ്ങനെ ഏതൊരിടത്തും എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ നിയമങ്ങളൊക്കെ പാലിക്കുന്ന മനുഷ്യർക്ക് ഉള്ളിൽ സന്തോഷമുണ്ടാകും. കാരണം അവരൊക്കെ കൂടെ നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നുണ്ടല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നടത്തി വന്ന
너무